ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 36-37 വാക്യങ്ങൾ. അതെ, ക്രിസ്തുവിൻ്റെ സ്നേഹം എടുത്തു പറയത്തക്ക ഒന്നാണ്. നാം അയോഗ്യരായിരുന്നപ്പോൾ, ഒന്നിനും ചേരാത്തവരായി ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടപ്പോൾ, ലോകത്തിൻ്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി കിടന്നപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ തേടിയെത്തി. നാം മക്കളും അവകാശികളുമായി തീർന്നു. അതെ, ആ സ്നേഹത്തെ തിരിച്ചറിയാതെ അനേകർ ഇന്നും ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തെന്നും ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ക്രൂശ് ചുമക്കാം, ക്രൂശിനോട് ചേർന്ന് യാത്ര ചെയ്യുക. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ക്രൂശിനോട് ചേർന്ന് നാം കഷ്ടപ്പെടുക. അങ്ങനെ നാം കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഇനി ജീവിക്കുന്നത് നാമല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് പാപത്തിൻ്റെ സ്വഭാവങ്ങളെ നിന്നും മാറി ദൈവത്തിനു കൊള്ളാവുന്നവരായി ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ നാം തയ്യാറാകണം. എപ്പോഴും ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ലോകം, ജഡം, പിശാച് ഇവ അവൻ്റെ ആത്മീക ജീവിതത്തെ തകർത്ത് കളയുവാൻ ഒരുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഗലാത്യലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ഒഴിഞ്ഞുകളയണം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 6:14. അതെ, നമ്മുടെ ജീവിതത്തിൽ പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവാണ്. നമ്മുടെ നടത്തിപ്പുകാരൻ ക്രിസ്തുവാണ്. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ ക്രിസ്തുവാണ്. ജഡത്തിൻ്റെ ഇച്ഛകൾ അനുസരിച്ച് ജീവിക്കുവാനല്ല, ദൈവഹിതത്തിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ അത്രേ